കളവൂരത്തെ ഈ കൃപാസനം അൾത്താരയിൽ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യം, എൻ്റെ പേര് റീന സന്തോഷ്. ഞാൻ കുറവലങ്ങാടിനടുത്ത്, കോട്ടയം ജില്ലയിൽ കുറവലങ്ങാടിനടുത്ത് വിളയങ്കോട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം എൻ്റെ അമ്മയെന്ന് വെച്ചെന്നാൽ ഭർത്താവിൻ്റെ അമ്മ, അത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. കാരണം എന്തെന്നാൽ എൻ്റെ വീടിൻ്റെ ജപ്തി, വീട് സ്ഥലവും ചേട്ടൻ ഒരു 16 വർഷം മുന്നേ ലോൺ വെച്ച് 6.5 ലക്ഷം രൂപ എടുത്തായിരുന്നു. അത് ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസം ആറായപ്പോഴത്തേക്ക് 17 ലക്ഷം കഴിഞ്ഞു. അത് ജപ്തി ചെയ്യാനുള്ള വക്കീലെത്തി. ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വേണ്ടി ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് അവർ ഒരാഴ്ചത്തെ അവധി അനുവദിച്ച് അവർ തിരിച്ചു പോയി. അപ്പോൾ അമ്മയോട് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, ഇന്ന പോലെ കളവൂർ കൃപാസനം എന്ന സ്ഥലത്ത് മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് 2025 ഏപ്രിൽ 1-ാം തീയതി ഞാൻ ഇവിടെ ഈ കൃപാസനത്തിൽ വന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, തിരിച്ചു പോയി. അന്ന് ഞാൻ ഒത്തിരി ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എൻ്റെ ജപ്തി ഒഴിവായി, വീട് സ്ഥലവും എനിക്ക് തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് 2025 ജൂലൈ 1-ാം തീയതി വീണ്ടും ഞാൻ വന്നു, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അന്നേരവും ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ്, എൻ്റെ അമ്മ, എൻ്റെ വീട് സ്ഥലവും എനിക്ക് തിരിച്ചു കിട്ടണമേ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇന്നപോലെ ഞങ്ങളുടെ കൊച്ചിച്ചൻ്റെ മോന് ആ സ്ഥലം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് 16 വർഷം വരെ അങ്ങേർക്ക് അങ്ങനെ ഒരു ചിന്ത അങ്ങരുടെ ഉള്ളിലില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. അങ്ങനെ ആ സ്ഥലം കൊച്ചിച്ചൻ്റെ മോൻ വാങ്ങിച്ചു. അപ്പോൾ അത് അങ്ങേർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പുള്ളി തന്നെ പൈസ ഇട്ട് ആ സ്ഥലം പുള്ളിയുടെ പേരിൽ എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വീടിരിക്കുന്ന സ്ഥലവും 26 സെൻറ്റും പുള്ളിയുടെ പേരിലും എഴുതി കൊടുത്തു. അങ്ങനെ ആ ജപ്തിയിൽ നിന്ന് ഒഴിവാകാൻ മാതാവ് നിറഞ്ഞ മനസ്സോടെ എന്നെ ഒത്തിരി സഹായിച്ചു. അത് കഴിഞ്ഞ് 23 വർഷം മുന്നേ വരെയായിരുന്നു എൻ്റെ വീട് പണിതീരുന്നത്. അന്ന് പണി തീരാത്തൊരു വീടായിരുന്നു അത്. പണി തീർന്നില്ലെന്ന് വെച്ചെന്നാൽ അകത്തു 2 മുറി മാത്രമേ തേച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ തേക്കാതെ വെറും സിമെൻറ്റ് ഇഷ്ടിക കെട്ടി നിലം ചുമ്മാ കിടക്കുന്ന സ്ഥലമായിരുന്നു അത്. ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനും സഹായിച്ചു. ലാസ്റ്റ് വീടിൻ്റെ തേപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ വീട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പണിത് പൂർത്തീകരിച്ച് തരണം, ആദ്യം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്നു, എൻ്റെ താലിമാല എൻ്റെ കഴുത്തിലുണ്ടല്ലോ, എൻ്റെ മോതിരവും എൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പണയം വെച്ചാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി തീർക്കാമെന്ന്. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി മാല കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ മാലയ്ക്ക് 1 ലക്ഷം രൂപ കിട്ടിയായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ എൻ്റെ മോൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി ഞാൻ ആ മാല പണയം വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 1 ലക്ഷം രൂപയും കൂടെ വേണം. അന്നേരം പറഞ്ഞു, വേറെ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എൻ്റെ മോതിരം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അങ്ങനെ 1 ലക്ഷം രൂപ എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടി. അങ്ങനെ എൻ്റെ വീടിൻ്റെ പണി മൊത്തത്തിൽ എല്ലാ രീതിയിലും ആരും കുറ്റം പറയാത്ത രീതിയിൽ ഞാനത് സാധിച്ചു. അതിനു മുന്നേ ഒരു മഴ പെയ്താൽ പാതകത്തിൻ്റെ അടിയിൽ പാത്രങ്ങൾ വെച്ചിട്ട് തുണി കൊണ്ട് ഒപ്പിയായിരുന്നു ഞങ്ങൾ വെള്ളം കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ വീടിന്ന് ആരും എന്നെ കുറ്റം പറയാത്ത രീതിയിൽ നന്നാക്കാൻ സഹായിച്ചു. അതിന് എൻ്റെ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. എന്നുവെച്ചാൽ എല്ലാവരും കളിയാക്കുമായിരുന്നു, നിങ്ങളുടെ വീട് മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നത്, നന്നാക്കാത്ത എന്താന്ന്. പക്ഷെ അത് കേട്ട് ഞാൻ എൻ്റെ അമ്മയോട് ഒത്തിരി എന്നും രാത്രിയെന്നില്ല പകലുന്നില്ല എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എൻ്റെ വീടെന്താ ഇങ്ങനെ, എൻ്റെ വീടിനെ ഒന്ന് സഹായിക്കാൻ വയ്യെന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസം മുന്നേ വരെ എൻ്റെ വീട് ആ വീട് വട്ടത്ത് ഇപ്പോൾ ഏറ്റവും ഒരു മനോഹരമായ വീടാക്കി വയ്ക്കുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എൻ്റെ മോന് പഠിക്കാൻ സഹായിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയോട്. അവനെ പഠിക്കാൻ വിടാനും എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ
ഭർത്താവിൻ്റെ അമ്മയുടെ കാലിൽ ഒരു ചെറിയ വ്രണമുണ്ടായിരുന്നു. അത് 3-4 മാസം മുന്നേ വരെയൊക്കെ ഇങ്ങനെ പഴുത്ത് ഡീപ്പായിട്ട് അങ്ങ് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഉപ്പ് ഉപയോഗിച്ച് ഞാനത് കഴുകി തല ഉപയോഗിച്ച് തേച്ചു മരുന്നും കഴിച്ചു. ഇപ്പോൾ ഏകദേശം അത് ഉണങ്ങിയ രീതിയിൽ ആയിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ 4 പേര് കൂടുന്നിടത്ത് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വസ്ത്രങ്ങളും ആഹാരവും പറ്റുന്ന രീതിയിൽ പൈസയും കൊടുത്തു ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിൽ വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഉപ്പിട്ടിട്ട് കഴുകി ഉടമ്പടി തൈലം തൂക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഞാൻ ഈ ഉപ്പ് ഉപയോഗിക്കുമ്പോഴും തൈലം ഉപയോഗിക്കുമ്പോഴും ആദ്യം വിശ്വാസ പ്രമാണം ഒരു 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ട് തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്തത്. അങ്ങനെയാണ് എനിക്കിതെല്ലാം മാറിക്കിട്ടിയത്. എന്നെ സഹായിച്ച എൻ്റെ മാതാവിന് എല്ലാ രീതിയിലും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണിത്. ദൈവത്തെ സ്നേഹിച്ച് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതായാലും കഷ്ടമായാലും നഷ്ടമായാലും എല്ലാം, വേദനയായാലും എല്ലാം നന്മയായി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈശോയും അമ്മയെ സ്നേഹിക്കുന്ന ഈ കൊച്ചുമക്കൾ, ഈ പുതിയ മക്കൾ ഈശോയും അമ്മയെ അടുത്തറിഞ്ഞ നാൾ മുതൽ ഈശോയോട് ചേർന്ന് നിന്ന് സ്വന്തം അമ്മയോട് ചോദിക്കുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും അമ്മയോട് പറയുന്നത്. ഈ ആലയത്തിൽ എത്തിച്ചേരുന്ന ഓരോ മക്കളും ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കാം, ഒരുപക്ഷെ മറ്റാരെങ്കിലും പറഞ്ഞതായിരിക്കാം. ഈ മകളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പറഞ്ഞത്, മോളെ വേറെ നിവൃത്തി ഒന്നുമില്ല, എല്ലാം കൈവിട്ട് പോകുന്നു, കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണമെന്ന്. ജപ്തിയുടെ വക്കിലെത്തിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആ സമയത്താണ് ഈ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഈശോയും അമ്മയും ഈ മകളുടെ കൂടെ ചേർന്ന് നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 16 വർഷം വിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം സ്വന്തം കൊച്ചച്ഛൻ്റെ മോൻ തന്നെയാണ് മേടിച്ചത്. ആ മകന് ഒരിക്കലും വിചാരിച്ചില്ല അവൻ മേടിക്കണമെന്ന്. ഉടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം ഇവിടുന്ന് പോകുന്ന അന്ന് ദിവസം തന്നെ ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. ഇതാണ് നമ്മൾ പറയുന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മ. അമ്മയ്ക്കറിയാം നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്ന അമ്മ ഈ മകളുടെ കാര്യം ഏറ്റെടുത്തു. 16 വർഷം നമ്മൾ ശ്രമിച്ചു, നമ്മളുടെ കഴിയുന്നതിൽ പരമാവധി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഒരു കാര്യവും നമ്മൾക്ക് നടക്കാൻ പറ്റാതായപ്പോഴാണ് എല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്തിട്ട് ഈ മകൾ പോയത്. ഉടമ്പടി എടുത്ത് പോയ വഴിക്ക് തന്നെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരെ അനുഗ്രഹിച്ചത്. 16 വർഷം ഒരു ഉടമ്പടിയിൽ കൂടെ ഈ അമ്മ ഈ മകളെ അനുഗ്രഹിച്ചത്. പിന്നീട് 23 വർഷം ഉണ്ടായിരുന്ന പണി തീരാത്ത ഒരു വീട്, അതും ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു വീടിന് വേണ്ടി സ്വപ്നമായിരുന്നു. ഏതൊക്കെയോ എങ്ങനെയൊക്കെയോ പൈസ വന്നു ഓരോ ഭാഗത്തു നിന്നും. അവസാനത്തെ ആ 1 ലക്ഷവും അതും അമ്മ തന്നെ കാണിച്ചു കൊടുത്തു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ കടങ്ങളെല്ലാം വീട്ടി ഈ മകള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയാനായിട്ടാണ് ഈ മകൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈശോയെയും അമ്മയെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും വെറുതെയല്ല, എല്ലാം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി തന്നെയാണ് ഈശോയും അമ്മയും ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളുടെയും തകർച്ചയുടെയും നിമിഷങ്ങളിൽ പ്രതീക്ഷ കൈവിടാതെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ച് നമുക്ക് ഉടമ്പടി ജീവിതത്തിലെ എല്ലാ നിബന്ധനകളും പാലിച്ച് അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്ന പോലെ ചെയ്യുക. ഈശോ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യവും നമ്മുടെ സുവിശേഷത്തിനനുസൃതമായി ഒരു നല്ല ജീവിതം നയിച്ച് മറ്റുള്ളവരെ സഹായിച്ച് ഉടമ്പടി ജീവിതം ചൊല്ലുന്നതല്ല ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാം. റീന സന്തോഷിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും
ഈ വലിയ അനുഗ്രഹമായ ഭവനവും ജപ്തി ക്യാൻസലായതും രോഗസൗഖ്യത്തിനും എല്ലാത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.